ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിക് പ്രോബബിലിറ്റി നിങ്ങൾ ഒരുപാട് ഈയിടെയായിട്ട് ഒരുപാട് കേട്ടുള്ള ഒരു വേർഡായിരിക്കും. നമ്മൾ തന്നെയാണ് ഈ ഒരു ചാനൽ വഴി തന്നെയാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടതും നമ്മൾ തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കൊണാമിയുടെ അൽഗോരിതത്തെക്കുറിച്ച് 2 വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു എപ്പിക് പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപവും കാര്യങ്ങളൊക്കെ കിട്ടും. അതോടൊപ്പം ഈ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ എന്താണ് ഈ ഒരു എപ്പിക് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പിന്നും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേ ബൈ ഡേ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു പാക്ക് വന്നതിന് ശേഷം നെക്സ്റ്റ് അപ്ഡേറ്റ് വരെ എങ്ങനെയാണ് ആ ഒരു പാക്ക് വർക്ക് ആവുന്നത്, അതിനുശേഷം ആ ഒരു പാക്ക് എങ്ങനെയാണ് കാണിക്കുന്നത്, അതിനൊരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, പ്രോബബിലിറ്റിയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എപ്പിക് പ്രോബബിലിറ്റി കണക്കാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ മുന്നേ അൽഗോരിതത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തരത്തിലുള്ള ട്രിക്കോ കാര്യങ്ങളോ വർക്ക് ആവില്ല എന്നുള്ളൊരു കാര്യം. നമ്മൾ തന്നെ എപ്പിക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞുള്ളൊരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഒരുപാട് കമൻസും അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത് എന്നുള്ളത്. സോ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരുവാണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പ്രോബബിലിറ്റി എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രിക്കോ കാര്യങ്ങളൊന്നുമല്ല, കൊണാമി തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ഈ ഒരു പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാക്കും ഇതുപോലെ ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലും ആർക്കും കിട്ടാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കോയിനും കാര്യങ്ങളൊക്കെ വാങ്ങി പാക്ക് സൈൻ ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ചില പാക്കുകൾ കൊണാമി പ്രോബബിലിറ്റി കുറച്ച് തന്നെ കൊണ്ടുവരുന്നു. അതിൽ നമുക്ക് 1-2 ട്രൈ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി വീണ്ടും കോയിൻ പർച്ചേസ് ചെയ്യാനും ഈ ഒരു ബോക്സ് സ്റ്റോൺ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് മാത്രമാണ്. ഇത് യാതൊരു കാരണവശാലും നമ്മൾ കൊണാമിയെ പറ്റിക്കുന്ന രീതിയിലുള്ള ട്രിക്കോ കാര്യങ്ങളൊന്നുമല്ല. കൊണാമി നമുക്കെതിരെ യൂസ് ചെയ്യുന്ന ആ ഒരു ബിസിനസ് തന്ത്രം അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കൽ മൂവ് അത് നമ്മൾ മുതലെടുക്കുന്നു, അല്ലെങ്കിൽ അതിലുള്ള ഒരു ലൂപ്പ് ഹോളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിനൊരു എപ്പിക് പ്രോബബിലിറ്റി എന്നുള്ളൊരു പേര് നമ്മൾ കൊടുത്തു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് യാതൊരു കാരണവശാലും ഒരു ട്രിക്കോ കാര്യങ്ങളൊന്നുമില്ല. പ്യുവർ ആയിട്ടുള്ള സ്റ്റഡി മാത്രമാണ്. ഇത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് നിങ്ങൾക്കും ചെയ്യാം. പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ഒരു പാക്കും കാര്യങ്ങളൊക്കെ മൺഡേ പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പാക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ദിവസം മുതൽ നെക്സ്റ്റ് അപ്ഡേറ്റ്, അതായത് നമ്മുടെ ബുധനാഴ്ച നൈറ്റ് വരെ ആ ഒരു അനലൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. എന്നാലും മാത്രമേ ആ ഒരു പീരീഡിൽ ആ ഒരു പാക്ക് എങ്ങനെ വർക്ക് ചെയ്തു, എങ്ങനെയാണ് ആ ഒരു പാക്കിൻ്റെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണാമി കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യണം. അതിനുശേഷവും അപ്ഡേറ്റിന് ശേഷവും എങ്ങനെയാണ് ആ ഒരു പാക്ക് മാറുന്നത്, എങ്ങനെ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റഡി ചെയ്യണം. ചില പാക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യ അപ്ഡേഷൻ വരെ നല്ല രീതിയിൽ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരികയും പിന്നീടുള്ള അപ്ഡേഷനിൽ ഒരു പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതായിട്ട് അല്ലെങ്കിൽ കുറയുന്നതായിട്ട് ഫീൽ ആയിട്ടുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. വന്ന ടൈമിൽ നല്ല രീതിയിൽ പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആർക്കും കിട്ടാത്തൊരു പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഒരു അപ്ഡേറ്റിന് ശേഷം, അതായത് തേഴ്സ്ഡേ അല്ലെങ്കിൽ മൺഡേ ഉള്ള അപ്ഡേറ്റിന് ശേഷം നമുക്ക് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള പാക്കും ഉണ്ടെന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും 1-2 അക്കൗണ്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി അല്ല. നമ്മളൊരു വൈഡ് റേഞ്ച് ആയിട്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും കിട്ടുന്ന എല്ലാ സോഴ്സും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾ ഒരു അനലൈസും കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് നമ്മൾ വെനസ്ഡേ നൈറ്റും അതുപോലെ തന്നെ സൺഡേ നൈറ്റും ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ഈ ഒരു പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴിയാണ് നമ്മൾ അപ്ലോഡും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രോബബിലിറ്റി ഫോളോ ചെയ്ത 90% ആൾക്കാർക്കും നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത് പ്രത്യേക ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്കാണ് ഗൈസ്. നമ്മുടെ ഓരോ ഫോളോവേഴ്സിനും എപ്പിക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ടൈമിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൽ ഒരു 50% പോലും ആയിട്ടില്ല. കാരണം ഇതുപോലെ ഒരുപാട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആക്കുന്ന ടൈമിൽ കാണുന്നവർക്ക് ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളിത് വളരെ ചുരുക്കം റിസൾട്ടുകൾ മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളിത് സ്റ്റോറി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു കാരണവശാലും ഒരു ട്രിക്കോ കാര്യങ്ങളൊന്നുമല്ല. കൊണാമി തന്നെ ഗെയിമിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ തന്ത്രം അല്ലെങ്കിൽ ഒരു മൂവ് മാത്രമാണ്. നമുക്കൊരു പാക്ക് വന്നു കഴിഞ്ഞാൽ 2 അപ്ഡേറ്റ് ആണ് അല്ലെങ്കിൽ 2 രീതിയിൽ മാത്രമേ കൊണാമിക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്താനാവും. അത് ഒന്ന് തേഴ്സ്ഡേയുള്ള അപ്ഡേറ്റിലും അതുപോലെ തന്നെ ഒന്ന് മൺഡേയുള്ള അപ്ഡേറ്റിലും മാത്രമാണ് നമ്മുടെ ഗെയിമിൽ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഡേയ്സിൽ എന്താണോ ആ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നത് അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ 2 അപ്ഡേറ്റിലും കൊണാമി നമ്മുടെ പാക്കിൽ വരുത്തുന്ന ചില അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങളുമാണ് ഈ ഒരു പ്രോബബിലിറ്റി ചേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അക്കൗണ്ടുകൾ ഒരുപാട് ബോക്സ് സ്റ്റോൺ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ഒരു റിസൾട്ട് മാത്രമാണ് ഈ ഒരു പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ. എത്ര പെർസെൻറ്റോളം ചാൻസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ട്രയൽ കിട്ടാൻ
അല്ലെങ്കിൽ ഒരു 2K കോയിനും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എപ്പിക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ആണെങ്കിലും അടിക്കാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നിലവിൽ സ്റ്റോറി വഴിയാണ്. ഞാൻ 3ഓളം പാക്കിന്റെ പ്രൊബോൾട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. നമുക്കിത് സ്റ്റോറി വഴി കണ്ടിന്യൂ ചെയ്യണോ, അതുപോലെ തന്നെ ഇത് നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രൊബോൾട്ടിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനിൽ പറയാനുള്ളത്. ഒരുപാട് പേര് ഇത് ട്രിക്കാണോ, എന്താണ് ഇതിന്റെ ലോജിക്ക്, എങ്ങനെ ഇത് നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. നമ്മളൊരു കാരണവശാലും ഒരു തരത്തിലുള്ള ട്രിക്കോ കാര്യങ്ങളോ ഗെയിമിൽ പറയുന്നില്ല. ഒരു തരത്തിലുള്ള ട്രിക്കോ കാര്യങ്ങളോ നിലവിൽ എനിക്ക് ഈ ഒരു ഗെയിമിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കൊണാമിയായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് കണ്ടെത്തുന്ന പ്രൊബോൾട്ടിങ് കാര്യങ്ങളൊന്നുമല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസ് ചെയ്തിട്ട് പണിയെടുത്തിട്ട് തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കോയിനും കാര്യങ്ങളൊക്കെ കളയാനോ ഞാൻ പറയുന്നില്ല. ഈ ഒരു പാക്കിന്റെ പ്രൊബബിലിറ്റി തന്നെ എല്ലാ അക്കൗണ്ടിനും കിട്ടും എന്നുള്ള കാര്യവുമില്ല. തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് വർക്കാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പാക്കിലും ആദ്യത്തെ 10, 20, 30 പ്ലേയേഴ്സിൽ എത്രത്തോളം എപ്പിക് കാർഡാണ് അല്ലെങ്കിൽ എത്രത്തോളം ഷോർട്ട് ടൈം കാർഡുകളാണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പ്രൊബബിലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മില്യൺസ് ഓഫ് യൂസേഴ്സ് ആണ് നമ്മുടെ ഈ ഫുട്ബോളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊബബിലിറ്റി തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു പ്രൊബബിലിറ്റിക്ക് അനുകൂലമാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു 1000 അക്കൗണ്ടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രൊബബിലിറ്റി കൂടിയ പാക്കിന് ഒരു 500ഓളം അല്ലെങ്കിൽ ഒരു 600ഓളം യൂസേഴ്സിന് പെട്ടെന്ന് തന്നെ എപ്പിക്കും കാര്യങ്ങളൊക്കെ അടിക്കും. അറ്റ് ദ സെയിം ടൈം പ്രൊബബിലിറ്റി കുറഞ്ഞ പാക്കാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 1000 അക്കൗണ്ടിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 200, 300 അക്കൗണ്ടുകൾക്ക് മാത്രമായിരിക്കും എപ്പിക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഗൈസ്. ഇത് തീർച്ചയായിട്ടും ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ അന്നും ഇന്നും എന്നും ട്രിക്കിന് എതിരെ തന്നെയാണ്. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.